ഇത് ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ഒന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിനെ ഓർക്കാത്ത ആരുമില്ല. യേശുവിനെ ഓർക്കാത്ത എന്താണ് നിങ്ങൾ ഓർക്കുന്നത്? എന്താണ് ഞാൻ ഓർക്കുന്നത്? യേശുവിനെ ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് യേശുവിൽ നിന്നുള്ള രക്ഷയും വിടുതലുമാണ്. യേശു തന്ന രക്ഷ ഇവിടെയുള്ള രക്ഷയല്ല. ഈ രക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് രക്ഷ? രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ രക്ഷയെന്ന് പറയും. ഒരാമയും പറഞ്ഞേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം വിദേശ രാജ്യത്തൊരു പ്രിയ സഹോദരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അദ്ദേഹത്തിന് അതിൻ്റെ ആ മരണത്തോടടുത്ത സമയങ്ങളായി, നിമിഷങ്ങൾ അടുത്ത് വരും തോറും ഈ ദേഹം മുഖാന്തരം മരിച്ചുപോയ ഒരു സഹോദരൻ്റെ അപ്പൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റും. പക്ഷെ അദ്ദേഹം അതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പര്യവസാന സമയം, തൂക്കിക്കൊല്ലാൻ സമയമായപ്പോൾ അതിനു മുമ്പ് അവിടുത്തെ രാഷ്ട്രീയക്കാരും അവിടുത്തെ നേതാക്കന്മാരും വലിയ വലിയ മുത്തപ്പന്മാരും അറബികളൊക്കെ മുട്ടിയിട്ടും വിട്ടില്ല. പക്ഷേ അവസാന സമയമായപ്പോൾ തൂക്കിക്കൊല്ലുവാൻ കൊണ്ടുപോകാൻ ഒരുക്കി അവിടുന്ന് പുറത്തോട്ടിറക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് പത്രവാർത്തയായിരുന്നു, വലിയ മാധ്യമത്തിൻ്റെ ശ്രദ്ധേയമായ വിഷയമായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മരണത്തോടും ആമേൻ അടുത്ത് ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ ചിന്തകളെല്ലാം മാറിപ്പോകും. പക്ഷേ യേശുവിൻ്റെ ചിന്ത മരിച്ചു കഴിഞ്ഞിട്ടും നമ്മളെക്കുറിച്ച് മാറിയിട്ടില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്! ഹല്ലേലൂയ. യേശു എന്ന് പറയുമ്പോഴേ ചിലർ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, ആമേൻ, അത് അവരുടെ ഒരു നബിയാണെന്ന് പറഞ്ഞു. മോശ എന്ന നബിയെ പോലെ യേശു എന്ന് പറയുന്നത് ഒരു നബിയായി അവർ വിധി എഴുതിയിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു കാര്യം മാത്രം വരച്ച് കാണിച്ച് വചന ശുശ്രൂഷ കഴിഞ്ഞ് കർത്തൃദാസന ശുശ്രൂഷയ്ക്കായി കൈമാറും. തിരുമേശ ശുശ്രൂഷയെ പങ്കാകാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കണം. ബലഹീനതയുണ്ട്, ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് ഒഴിയാൻ ഒരു അനുവാദം നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഒഴിഞ്ഞാൽ പിന്നെ നിരന്തരം ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ, എന്തെങ്കിലും ബലഹീനതകൾ നിങ്ങളെ കുറ്റബോധമായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരുപക്ഷെ കൂട്ടുകാരോടോ അകലെയുള്ള ബന്ധുക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോ ഇനി ചെന്ന് പോയി പറയാൻ പറ്റത്തില്ലായിരിക്കും. ഇരിക്കുന്നിടത്തിരുന്ന് ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനൊരു പാപിയാണ്, ഇന്നിന്ന ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്, എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകി അങ്ങയുടെ കൃപാസനത്തോട് നിർത്തണമെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ രക്തം കൊണ്ട് കഴുകും. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കുമുണ്ട്. യേശു വന്നത് ലോകത്തെ രക്ഷിക്കാൻ, പാപികളെ നേടാൻ, ആമേൻ, മനുഷ്യന് സമാധാനം കൊടുക്കാൻ എന്നൊക്കെ നമ്മൾ ഇത്യാദി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, യേശുവിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുമ്പോൾ ആമേൻ, സ്വർഗത്തേക്കുള്ള വഴി നമുക്ക് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ കാര്യവും പഠിപ്പിക്കാൻ ഇവിടെ ടീച്ചേഴ്സുമാരുണ്ട്, അധ്യാപകരുണ്ട്. അവരെല്ലാം നമ്മളെ പഠിപ്പിക്കും, നല്ല അറിവുകൾ പകർന്നു തരും, ലോക ചിന്തകൾ പഠിപ്പിക്കും, സയൻസ് പരമായൊക്കെ പഠിക്കാൻ കഴിയും. അപ്പം അതിലും ഉപരിയായിട്ട് സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു തരുന്നത് സ്വർഗീയ പാഠശാലയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഭൂമിയിലായിരുന്നു പ്രാപിച്ച ദൈവദാസന്മാരിലൂടെ ലഭിക്കും. ദൈവദാസന്മാർ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കും. വിഷമിക്കേണ്ട, ദൈവം കരുതുമെന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാൻ അവർ ബന്ധപ്പെടുന്നു, തത്രപ്പെടുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അനവധി വേദഭാഗം കർത്തൃദാസൻ വായിക്കാനുണ്ട്. ദൈവദാസൻ അത് വായിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, അതിൻ്റെ ഒരേ ഒരു വേദഭാഗം വായിച്ചാട്ടെ. അതിൻ്റെ 46-ാം വേദഭാഗം ഒരാൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വേദഭാഗം വായിച്ചേ സഹോദരന്മാരെ. യേശു കരഞ്ഞു എന്ന് വെച്ചാൽ നിലവിളിച്ചു. ഏലി ഏലി ലമ്മ ശബഥാനി എന്ന് എബ്രായ ഭാഷ അർത്ഥമുള്ള വാക്കിലെ യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാം വേദശകലം. യേശു കരഞ്ഞതായി വിവിധയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ കണ്ണ് നിറഞ്ഞതായി, കണ്ണ് നിറഞ്ഞൊഴുകുന്നതായൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യേശു എന്ന് പറയുന്നൊരു ലോകരക്ഷിതാവ്, ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാത്ത ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ,
ഇതിഹാസത്തിൻ്റെ ചക്രവർത്തി, തത്വതുലികയുടെ മുദ്രയായവൻ, ലോകത്തിൻ്റെ നെടുകയിൽ കാലഘട്ടങ്ങളെ AD എന്നും BC എന്നും തരംതിരിക്കുവാൻ കഴിവുള്ളവൻ, ലോകത്തിൻ്റെ കിടാവിളക്കെന്നറിയപ്പെടുന്ന പ്രഭ. ഈ നല്ല ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള രക്ഷ ലഭിച്ച അനേകര് യഹൂദന്മാരുടെ നടുവിലും യവനന്മാരുടെ കൂട്ടത്തിലും ന്യായശാസ്ത്രിമാരുടെ നടുവിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം കൊടുത്ത വിടുതലും രക്ഷ അനുഭവിച്ചവര് ദൈവത്തെ സ്നേഹിച്ചടുത്തു നിന്നു. എന്നാൽ സ്നേഹിച്ച് നിന്ന കൂട്ടത്തിൽ ഏറ്റവും ചാര നിന്ന ഒരു മനുഷ്യൻ ഈ യേശുവിനെ തള്ളി ഒറ്റപ്പെടുത്തി ഒറ്റിക്കൊടുക്കുന്ന ഒരു ഭാഗം യൂദയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവിനെ സ്നേഹിച്ചു നിന്ന മറ്റൊരു ശിഷ്യൻ പറയുന്നു, ഞാനവനെ അറിയത്തേ ഇല്ല, എനിക്കവനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ആണയിട്ട് സത്യം ചെയ്യുന്ന ശിഷ്യന്മാരെയും കാണുന്നുണ്ട്. യേശുവിനെ ക്രൂശിക്കാനായി ഗദസമനെ എന്ന ഏകാന്തതയുടെ പർവ്വതത്തിനകത്ത് കയറി വന്ന പടയാളികൾ അങ്ങ് അകലെ നിന്ന് കത്തിച്ച് പൊക്കിപ്പിടിച്ച ദുപ്പട്ടിയുടെ വെളിച്ചത്തിൽ യേശു ഇരിക്കുന്ന സ്ഥലം തിരിഞ്ഞ് പർവ്വതത്തിലേക്ക് കയറി വന്നു. ഗേറ്റുകൾ ചവിട്ടി തുറന്നു. ഇരുട്ടിൻ്റെ അറയിലിരുന്ന് മാറിയിരുന്ന് കരയുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് ചെറു വെളിച്ചമായി വന്നവർ യേശുവിനെ പിടിക്കുമ്പോൾ യേശുവിനെ പിടിക്കുന്ന കണ്ട് ഭയന്ന് മറ്റു ചില ശിഷ്യന്മാർ, മൂന്നാമത്തെ കൂട്ടര്, ഒന്നാമത്തെ കൂട്ടൻ പറഞ്ഞു അവനാണ്, അവനെ പിടിക്കണം, അവനെ കൊല്ലണം. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു യേശു എന്ന് പറയുന്ന നിങ്ങളെ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടർ യേശുവിനെ പിടിക്കുന്നത് കണ്ടപ്പോൾ ഭയന്ന് പരമവശരായി 4 വഴിക്കേക്ക് ഓടിപ്പോകുന്നു. പലരും ഓടിപ്പോയുമ്പോഴും ഓടാത്ത കുറച്ച് സഹോദരിമാരെ കുറിച്ച് പിന്നിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം അകത്ത് വന്നു കഴിഞ്ഞാൽ ഓടത്തില്ല കുഞ്ഞേ. കാരണം അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കാൻ കഴിയാത്ത മാർത്തയും മറിയയും ഒക്കെ അപ്പുറത്തുണ്ട്. ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും ദൈവം ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിവുള്ള നിന്നോട് ആ ദൈവത്തിന് പകൽ പറയാനുള്ളത്, അവൻ ഉപകാരമല്ലാതെ നിനക്കൊന്നും ചെയ്തിട്ടില്ല. ഒന്ന്, ദൈവത്വമുള്ള മനുഷ്യത്വമായ മനുഷ്യൻ. ദൈവിക പുരുഷനാണ്, പക്ഷേ മനുഷ്യനാണ്. 2 കാറ്റഗറിയിൽ യേശു നിൽക്കുക. അടിച്ചാൽ യേശുവിന് വേദനിക്കും, കാരണം മനുഷ്യനാണ്. പക്ഷേ വേദനിച്ചാൽ പൊട്ടിക്കരയാൻ അവൻ ദൈവമായതുകൊണ്ട് കരയുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? മനുഷ്യനെന്ന പേരിൽ മർദ്ദിക്കാം, പക്ഷേ മനുഷ്യൻ എന്ന പേരിൽ നിനക്ക് അടിക്കാം, മുറിവേൽപ്പിക്കാം, പക്ഷെ കൊല്ലാം. പക്ഷെ നീ കൊന്നാലും ദൈവത്തൻ ജീവിക്കും, ദൈവത്തൻ ജീവിക്കും, ദൈവത്തൻ ജീവിക്കും, ദൈവത്തൻ ജീവിക്കും, ദൈവത്തൻ ജീവിക്കും. മനുഷ്യൻ മരിച്ചാലും ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആമേൻ, ഉഴവ് ചാല് പോലെ അവൻ്റെ മുതുക് കീറി. എന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരി, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഒരു പച്ച മനുഷ്യൻ, നല്ല കോമളത്വമുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ ഗദസമനയിലിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പടയാളികൾ കയറി വന്നവനെ പിടികൂടി. അവൻ്റെ കൈകൾ ബന്ധിച്ച് ഒന്നാമത്തെ കോടതിയായ പിലാത്തോസിൻ്റെ കോടതിയിൽ കൊണ്ടുചെന്നു. ഹെരോദാവിൻ്റെ കോടതി കൊണ്ടുപോയി. സന്നദ്ധ സംഘത്തിൻ്റെ കോടതികളിൽ 2 പ്രാവശ്യം കയറ്റി ഇറക്കി. പിലാത്തോസും ഹെരോദാവും ബദ്ധ ശത്രുക്കളായി വരുന്നവർ ഒന്നിച്ചുകൂടി. പലരും യേശുവിനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. യേശു ഏതോ ഒരു കുറ്റവാളി എന്ന് വിധി എഴുതിക്കൊണ്ട് അവർ യേശുവിനെ അകലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കേട്ടോ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു സംഭവം ഞാൻ പറയാം. നടന്നിട്ടില്ല, നടന്നുകൂടാ, പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നു. എന്താ പാസ്റ്ററെ നിങ്ങൾ ചോദ്യം? ഞാൻ പറയാം, ഇതുവരെ കോടതി വിധി പറഞ്ഞാൽ ആ വിധിയെ മാറ്റാൻ മറ്റൊരു കോടതി ഇല്ല. വിധി പറയുന്ന കോടതി വിധി നിർണയിക്കും, നടപ്പാക്കും. ഹല്ലേലൂയ. പീലാത്തോസ് എന്ന് പറയുന്ന കോടതിക്കകത്ത് പീലാത്തോസ് വിധി പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും, എന്ന് വെച്ചാൽ വെറുതെ വിടാൻ ഇവൻ യോഗ്യനാണ്. എന്നിട്ട് അതേ കോടതിയായ പീലാത്തോസ് പറയുന്നു, ഇവനെ ക്രൂശിക്കണം. കുറ്റമില്ലെന്ന് പറയുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന കോടതികൾ ഇവിടെയുണ്ട്. പക്ഷേ എൻ്റെ ദൈവം കുറ്റമില്ലാത്തവനാണെന്ന് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കുറ്റമില്ലെന്ന് പറഞ്ഞിട്ട് ക്രൂശിക്കണമെന്ന് പറയുന്ന കോടതിയുടെ നയതന്ത്രന്മാർ ഇവിടെയുള്ളപ്പോൾ കുറ്റമില്ലാത്ത മനസാക്ഷിയോട് സ്തോത്രം ചെയ്തു. ദൈവം, നമ്മുടെ ദൈവം കുറ്റമില്ലാത്തവനാണ്.
സുന്ദരനായ കോമളനായ കർത്താവിനെ പർവ്വതത്തിൽ നിന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു. 7 കോടതിയിലാണ് വിസ്തരിക്കുന്നത്. 5 പ്രാവശ്യം 7 കോടതി കയറ്റിയതൊക്കെ 5 പ്രാവശ്യം വിസ്തരിച്ചു. വിധി ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ക്രൂശീകരണത്തിന് കൊണ്ടുപോകുന്ന മനുഷ്യനെ മുൾക്കിരീടം ധരിച്ച് കളിയാക്കാൻ അവർക്കൊരു പതിവുണ്ട്. ക്രൂശീകരണം 3 വിധത്തിലുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ആമേൻ. യേശുവിനെ ക്രൂശിക്കാൻ അവർ കൊണ്ടുപോകുമ്പോൾ പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ക്രൂസേലിയ എന്ന് പേരുള്ള മുൾത്തണ്ട് വളർന്നു കിടപ്പുണ്ട്. ഇരുമ്പ് പോലെ കട്ടിയുള്ള മുള്ളാണ്. യേശുവിനെ ആമേൻ അവർ കൊണ്ടുപോകുമ്പോൾ മുൾക്കിരീടം അവരുണ്ടാക്കി തലയിൽ വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചു. ഈ മുള്ളുകളെല്ലാം നെറ്റിക്കകത്തേക്കും ആമേ കണ്ണിൻ്റെ പോളയിലും കയറിയിട്ട്, ഒരു പണ്ഡിതാവിൻ്റെ പുസ്തകം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: കൺപോളയ്ക്കകത്തൂടെ മുള്ളകത്തേക്ക് കയറിയപ്പോൾ അവൻ്റെ കണ്ണ് തിരി അടയ്ക്കാൻ പറ്റാതെ തള്ളി ഉന്തി നിൽക്കുന്നൊരനുഭവമായിരുന്നു. പരാതി ഒന്നും പറഞ്ഞില്ല. ആമേൻ. പാലസ്തീൻ്റെ പച്ചമണ്ണിലൂടെ പോകുമ്പോൾ ആമേൻ അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ആമേൻ ഹേരോദാവും പീലാത്തോസുമല്ല 39 അടിക്ക് വിധേയപ്പെടുത്തിയപ്പോൾ ഒരു മരത്തിൻ്റെ കുറ്റിയോട് ചേർത്ത് യേശുവിനെ കൈ രണ്ടും കൈ രണ്ടും ബന്ധിച്ച് ഒരു കാട്ടളയ്ക്കകത്തിട്ടിട്ട് നല്ല ശരീരമായ കർത്താവിൻ്റെ ശരീരത്ത് 7 കുതിരയുടെ തോൽവാറ് കൊണ്ട് പിന്നിയെടുത്ത 2 ചാട്ടകൾ, ഇത്രയും നീളമുള്ള അസ്ഥിയുടെ തുമ്പത്ത് കെട്ടിയിട്ട് അസ്ഥി വെച്ച അടിക്കുന്നത്. 1 അടി നീളമുള്ള വള്ളികളാണ് കിടക്കുന്നത്. മുൾക്കൊളുത്തുകൾ ഇരുമ്പ് കഷ്ണങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അസ്ഥി വെച്ച് യേശുവിൻ്റെ പുറം മൊത്തം അവരടിച്ചു പൊട്ടിച്ചു. കാലങ്ങൾക്ക് മുൻപേ യശയാവ് കണ്ടിട്ട് 53-ാം അധ്യായത്തിൽ എഴുതി, ഉഴവും ചാലു പോലെ അവർ ഉഴുതു മറിച്ചു, ശരീരം മുഴുവനും കീറി വരഞ്ഞു, രക്തം മുഴുവനും വടിഞ്ഞു നിലത്തു പോയി. എന്തിനാണെന്നറിയാമോ? എന്നെ രക്ഷിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിനക്ക് നിത്യത തരാൻ ദൈവം പങ്കപ്പാടുകൾ പെടുകയായിരുന്നു. ഹല്ലേലൂയ. 39 അടിക്ക് യേശുവിനെ വിധേയപ്പെടുത്തി. 39 അടി വാങ്ങിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത കർത്താവ് മെല്ലെ പടയാളികൾ പൊക്കി നിർത്തിയിട്ട് 150 പൗണ്ട് എന്ന് വെച്ചാൽ 80 കിലോ ഭാരം വരുന്ന ഒരു പച്ച പൈന്മര കുരിശ് എടുത്ത് തോളിൽ വെച്ചു. യേശുവിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. കാലുകൾ വിറച്ചപ്പോൾ ആമേൻ വഴിയിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശീമോനെ പിടിച്ച് അതിൻ്റെ ഒരു ഭാഗം ചുമക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ക്രൂശീകരണ സമയത്ത് യേശുവിന് ആശ്വാസമായത് വയലിൽ പണിയെടുത്തിട്ട് വന്നവനാ. നീ അധ്വാനിച്ചിട്ട് വന്ന നീ യേശുവിനൊരു ആശ്വാസമാണെന്ന് ദൈവം കാണുക. എന്ന് പകൽ ഞാൻ പറയട്ടെ, നീ യേശുവിനൊരു ആശ്വാസമാ, നീ യേശുവിനൊരു സഹായമാ. നിന്നെ കൊണ്ട് യേശുവിനൊരു ആശ്വാസമുണ്ടെങ്കിൽ യേശു നിന്റെ തലമുറയെ മറക്കത്തില്ല. പിൻകാലങ്ങളിൽ കാണുന്നത് കുറേനക്കാരനായ ശീമോന്റെ 2 സന്തതി 2 നിലവാരത്തിൽ രാജസ്ഥാനത്ത് ദൈവം ആക്കി വെക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ യാത്രാ സമയത്ത് എന്ന് വെച്ചാൽ ഗോൽഗുത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആമേൻ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ഗബദ എന്ന സ്ഥലത്തുനിന്ന് ഗോൽഗുത്ത വരെയും 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. രക്തം വടിഞ്ഞൊഴുകിയ ശരീരത്തോട് നടക്കാൻ പറ്റാതെ കൈകാലുകൾ വിറച്ച് ആമേൻ അവിടെ കാണുന്നു. വിവിധ ഇടങ്ങളിൽ മുട്ടിടിച്ചു വീണു. ആമേൻ. ഫാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പിക്ചറിനകത്ത് നമ്മൾ കണ്ടതിങ്ങനെയാണ്. അവൻ കമിഴ്ന്നു വീണുമ്പോൾ അവൻ്റെ മുഖം മുഴുവനും രക്തമുള്ളത് കൊണ്ട് മണ്ണ് മുഴുവനും മുഖത്തു പറ്റി. കണ്ണു തുറക്കാൻ വയ്യാതെ രക്തങ്ങൾ ഒഴുകി ഇങ്ങനെ ഉറഞ്ഞിരിക്കുന്ന ശരീരത്തോടെ ആമേൻ എഴുന്നേറ്റ് നിന്ന് മെല്ലെ മെല്ലെ നടന്ന് ഗോൽഗുത്തായിൽ ചെന്നപ്പോൾ 3.5 മണിക്കൂർ അവനെ തെരുവിലൂടെ നടത്തി കളിയാക്കി. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ആമേൻ 600-ൽ പരം വ്യക്തികൾ അവനെ തുപ്പിയെന്ന. അച്ഛാ, ഒരാൾ നമ്മുടെ മുഖത്ത് തുപ്പിയ മരിക്കുന്നിടം വരെ നമ്മൾ മറക്കത്തില്ല കേട്ടോ. 600-ൽ പരം വ്യക്തികൾ തുപ്പുമ്പോഴും ഒന്നും മിണ്ടാത്തവനായി നടന്നവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണെന്ന് ഓർത്ത് നീ സ്തോത്രം പറ. നിനക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാട് വലുതാ. ആരൊക്കെ തുപ്പിയാലും ആട്ടിയാലും പഴിച്ചാലും നിന്നെ നേടാൻ വേണ്ടി അവനെ സഹിക്കുകയായിരുന്നു. ആരെന്ത് ചെയ്താലും എൻ്റെ കുഞ്ഞിനെ ഞാൻ നേടും.
നിന്നെ നിത്യത തരാൻ അവൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പുറത്തോട്ട് നോക്കിക്കേ, പിശാച് ചങ്ങല പിടിച്ചു നിന്നെ കൊണ്ടുപോകാൻ രാത്രിയും പകലും വെല്ലുവിളിക്കുമ്പോൾ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ്, എന്റേതെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അത് ഹിമത്തോളം വെളുപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവം. നീ പാപിയാണെന്ന് നിനക്ക് ചിന്തയുണ്ടെങ്കിൽ പാപം വിട്ടോടാൻ ഒരു വഴി, അത് യേശുവിൻ്റെ വഴി മാത്രമാണ്. നിന്റെ അളിയന്മാരോട് പകയുണ്ടായിരിക്കാം, സഹോദരിയോട് പകയുണ്ടായിരിക്കാം, ബന്ധുവിനോട് പകയുണ്ടായിരിക്കാം, കൂട്ടുകാരനോട് പകയുണ്ടായിരിക്കാം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ പക വിട്ടുകള, ക്രൂശിനെ നോക്കി ഓട്. യേശുവിൻ്റെ സ്നേഹം അകത്ത് വരുമ്പോൾ നമ്മൾ വേറൊരു ലെവലായി മാറുകയാണ്. പക വെക്കാൻ പറ്റുന്നില്ല അച്ഛാ. ആരെയൊക്കെ വെട്ടണമെന്ന് ആഗ്രഹം പണ്ടുണ്ടായിരുന്നു, ആരെയൊക്കെ കൊല്ലണമെന്ന് ചിന്തയുണ്ടായിരുന്നു, കലിയായിരുന്നു, ഒന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു, എന്തും വലിച്ചു പൊട്ടിക്കുന്ന സ്വഭാവമായിരുന്നു, ആരെ അനുസരിക്കത്തില്ലായിരുന്നു, ഏത് ജയിലിൽ കിടക്കാനും തൻ്റെ ഇടമായിരുന്നു. പക്ഷേ യേശു എന്ന നസറായനകത്ത് വന്നപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റം എവിടൊക്കെയോ തുടങ്ങിപ്പോയച്ചാ. അതെന്താണെന്നറിയാമോ? ഇന്നലെ വരെ ഉള്ളവരോട് സ്നേഹം നടിക്കാൻ തുടങ്ങി, ഇന്നലെ വരെ ഉള്ളവരോട് കൊലപാതകത്തിൻ്റെ ചിന്ത മാറിപ്പോയി. കാരണം എന്തെന്നറിയാമോ? യേശുവിൻ്റെ സ്നേഹം അകത്ത് വന്നതുകൊണ്ടാ. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് നീ പറ, ആന്ന് കർത്താവേ, എനിക്ക് സ്നേഹം നീ തന്നതാണ്, നിന്റെ സ്നേഹം വലുതാണ്. എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ശാന്തരാതിയാല എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മോറ്റും. തുറന്ന് പറ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മോറ്റും. ഹല്ലേലൂയ. അപ്പോൾ 39 അടി വാങ്ങിച്ച് ക്രൂശിക്കാൻ യേശുവിനെ കൊണ്ടുചെന്ന് ഗബദ എന്ന കൽത്തളങ്കിൽ നിന്ന് ഗോൽഗുത്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചു. കർത്താവിനെ കൊണ്ടുവന്ന് മരക്കുരിശിൽ മലർത്തി കിടത്തി. 8 ഇഞ്ച് വലിപ്പമുള്ള കാരിരുമ്പാണി 2 കൈയും പിടിച്ചു വലിച്ചു വച്ചിട്ട് അവർ ആഞ്ഞടിച്ചു. അവൻ്റെ കാലുകളിൽ ആണി തറച്ചു. എന്നിട്ട് വെട്ടിയ കുഴിയിലേക്ക് ആ ക്രൂശ് പൊക്കിയെടുത്ത് നാട്ടി. ലോകത്തിൻ്റെ മധ്യത്തിൽ, പാലസ്തീൻ്റെ മധ്യത്തിൽ ഇതാ ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു 3 കാരിരുമ്പാണിയിൽ തൂങ്ങിക്കിടക്കുന്നു. ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശുവിൻ്റെ വേർപാടെന്ന് പറയുന്നത്. കർത്താവ് അവിടെ കിടക്കുമ്പോൾ അവൻ്റെ വേർപാട് സമയം അടുത്തു വന്നു. ആ സമയത്താണ് എബ്രായ ഭാഷയെ അർത്ഥമുള്ള ഈ പദം എലി എലി ലമാ ശബത്താനി. അതിൻ്റെ അർത്ഥം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. പിതാവിനോട് മനുഷ്യത്വമാണ് ചോദിച്ചു കേട്ടോ, ദൈവമല്ല ചോദിക്കുന്നത്. യേശു പറയുകയാണ്, എന്നെ കൈവിട്ടത് എന്ത്. സ്തോത്രം. നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ആമേൻ. 23 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ കാണാതെ വണ്ണം, സ്തോത്രം, അവൻ മുഖം മറയ്ക്കുവാനിടയായി. മുഖം മറയ്ക്കാനുള്ള കാര്യം നമ്മെ രക്ഷിക്കാനാണ്. വിശ്വസിക്കുന്നവർ കരമൂർത്തിയോട് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. നമുക്ക് വേണ്ടി മരിച്ചൊരു കർത്താവ് നമ്മെ ചേർപ്പാൻ വീണ്ടും വരുമെന്നുള്ള പ്രത്യാശ നമ്മൾ ഇന്ന് വിട്ടു പോകരുത്. ഇവിടെ സ്നാനങ്ങൾ നടക്കുമ്പോഴാണ് ശുശ്രൂഷകളും മിക്കവാറും തിരുമേശ ശുശ്രൂഷ നടക്കുന്നത്. ഞാനിടയ്ക്കൊക്കെയുള്ള നാളുകളിൽ നടത്താനുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യം ഒക്കാത്തത് കൊണ്ട് സ്നാനം നടക്കുമ്പോൾ മാത്രമാണ് ഇവിടെ തിരുമേശ നടക്കുന്നത്. കൊണ്ട് ഇന്ന് പകലെ ഭയത്തോടായിരിക്കാം ബാക്കിയുള്ള ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസൻ ചെയ്യും. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും.